ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് SLCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോളിഡ്സ്. ചാപ്റ്റർ 12 ആണ്. അതിൻ്റെ അകത്തെ പ്രോബ്ലംസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പ്രിസം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. പ്രിസം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ആകെ പ്രിസവും പിന്നെ സിലിണ്ടറുമേ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ 5 ടൈപ്പ് സോളിഡ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 5 ടൈപ്പ് സോളിഡ്സ് എന്ന് പറയുന്നത് 1 സ്ക്വയർ പിരമിഡ്, 2 കോൺ, 3 സിലിണ്ടർ, 4 സ്പിയർ, 5 ഹെമിസ്ഫിയർ. ഇങ്ങനെ 5 സാധനങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ 5 പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് തന്നെയാണ് എപ്പോഴും SLCക്ക് ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ സോളിഡ്സിലെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ആദ്യത്തെ 3D രൂപം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡാണ്. അത് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ നോക്കിക്കോണം, അതിൻ്റെ അകത്ത് സ്ക്വയർ എന്തായാലും കാണും അല്ലെ. സ്ക്വയർ പിരമിഡ് അല്ലെ, പിരമിഡ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർത്തോണം അതിൻ്റെ അകത്ത് എന്തായാലും ഒരു സ്ക്വയർ കണ്ടിരിക്കും. ആ സ്ക്വയർ ആണ് നിങ്ങൾ ഇത് ഇവിടെ കാണുന്ന ഈ സ്ക്വയർ കാണുന്നുണ്ടല്ലോ, ഈ പച്ച ഷെയ്ഡിൽ കാണുന്ന കണ്ടല്ലോ, ഇതാണ് ആ സ്ക്വയർ പിരമിഡിന്റെ സ്ക്വയർ. ഈ സ്ക്വയർ ആണ് അതിന്റെ ബേസ്. ഇതിന്റെ ബേസ് ആണ് ഈ സ്ക്വയർ. ഇതാണ് ബേസ്. നന്നായിട്ട് മനസ്സിലായി. കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ആ ടെർമിനോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് എല്ലാ കണക്കും നമുക്ക് മനസ്സിലാവും. അപ്പം ഈ സ്ക്വയർ ആണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയും. ഈ ബേസിന്റെ എഡ്ജുകളാണ് ഞാൻ ഈ റെഡ് ലൈനിൽ ബോർഡറിൽ വരച്ചിരിക്കുന്നത്. ബേസിന്റെ എഡ്ജിനെയാണ് നമ്മൾ ബേസ് എഡ്ജ് എന്ന് വിളിക്കുക. ഈ ബേസ് എഡ്ജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ ആണ് എ എന്ന് പറയുന്ന ലെറ്റർ. എന്താണ് ആദ്യത്തെ ടെർമിനോളജി? അപ്പൊ മനസ്സിലാക്കുക, ബേസ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഈ ഒരു രൂപം, ഈ ഒരു സ്ക്വയറും അതേപോലെ തന്നെ അതിന്റെ ചുറ്റുമുള്ള 4 ത്രികോണങ്ങൾ അല്ലെ, ചുറ്റും 4 ത്രികോണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 4 ത്രികോണങ്ങൾ, 1, അതേപോലെ ഈ 2, ഇത് 3, ഇത് 4, ഈ 4 ത്രികോണങ്ങളും കൂടെ ചേർന്ന് ഇത് മടക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ആണ് സ്ക്വയർ. ആ ബേസിന്റെ എഡ്ജ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ ചുറ്റും എത്ര ത്രികോണങ്ങളുണ്ട്? 1, 2, 3, 4. ഈ 4 ത്രികോണങ്ങളാണ് അതിന്റെ ലാറ്ററൽ സർഫസ് എന്ന് വിളിക്കും. മലയാളം മീഡിയങ്ങളിൽ പാർശ്വമുഖം എന്ന് വിളിക്കും. അപ്പൊ ഈ ലാറ്ററൽ സർഫസിന്റെ എഡ്ജുകളാണല്ലോ ഞാൻ ഈ ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്ന ഈ ലാറ്ററൽ എഡ്ജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഇ. എന്താണ്? ഇ എന്ന് ഡിനോട്ട് ചെയ്യും. ഈ ടെർമിനോളജി എല്ലാവരും ഓർത്തു വെച്ചോളാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബേസ് ഉണ്ട്, ബേസ് സ്ക്വയർ ആണ്. ബേസ് എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ്. അതേപോലെ തന്നെ 4 ട്രയാങ്കിളുകളുണ്ട്. ആ 4 ട്രയാങ്കിളുകളാണ് അതിന്റെ ലാറ്ററൽ സർഫസ്. ആ ലാറ്ററൽ സർഫസിന്റെ എഡ്ജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ലാറ്ററൽ എഡ്ജ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ എന്നാണ്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലാറ്ററൽ സർഫസിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതായത് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് സ്ലാന്റ് ഹൈറ്റ്. ഹൈറ്റ് അല്ല, അതിന്റെ ഉയരം എന്ന് പറയാൻ പറ്റില്ല. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആയിരിക്കും? സ്ലാന്റ് ഹൈറ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചരിവ് ഉയരം എന്ന് പറയും. അപ്പൊ ഈ ചരിവ് ഉയരത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എൽ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്? സ്ലാന്റ് ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? എൽ എന്നാണ്. ബേസ് എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ. അതേപോലെ ലാറ്ററൽ എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ലാറ്ററൽ എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ. ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഏതൊരു വസ്തു ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഉയരമുണ്ട് അല്ലെ. സാധാരണ ഒരു ഉയരം, ചരിവ് ഉയരമാണ് സ്ലാന്റ് ഹൈറ്റ്. എന്നാൽ ഉയരത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എച്ച്. ഈ 4 ടെർമിനോളജി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 4 ടെർമിനോളജികൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കുക, അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബേസ് എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ബേസ് എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ. അതേപോലെ ലാറ്ററൽ എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഹൈറ്റ്? ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ആ 4 വശത്തിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ ഹൈറ്റ് ആണ് എല്. അതേപോലെ ഇതിന്റെ ഹൈറ്റ് ഉണ്ട്, ആ ഹൈറ്റ് ആണ് എച്ച്. പിന്നീട് നമുക്ക് എല്ലും എച്ചും എയും. എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, എ എന്ന് പറഞ്ഞാൽ
എന്താണ് ബേസ് എഡ്ജ്. ഇവന്മാര് 3 പേരും വെച്ചുകൊണ്ട് ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. ആ റിലേഷൻ L² = h² + a/2 the whole square. നന്നായിട്ട് പഠിച്ചോണം. വെരി 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 ഇമ്പോർട്ടന്റ്. എന്താണ് എല്ലും എച്ച്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് സ്ലാന്റ് ഹൈറ്റിനെ പറ്റിയോ ഹൈറ്റിനെ പറ്റിയോ എ എന്ന് പറഞ്ഞ ബേസ് എഡ്ജിനെ പറ്റിയും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി എല്ലും ഇയും എയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ L² = e² - a/2 the whole square. തെറ്റിപ്പോയില് എച്ചും എയും ആണെങ്കിൽ h² + a/2 the whole square, ഇയും എയും ആണെങ്കിൽ e² - a/2 the whole square. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് a² എന്നാണ്, a². അതേപോലെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2al. അതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും, a² + 2al. അതാണ് ഇവിടെ ഇരിക്കുന്നത്, a² + 2al. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വോളിയം. എല്ലാ സോളിഡ്സിനും അതിൻ്റെതായ വോളിയം ഉണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തമുണ്ട്. അപ്പൊ ഇവിടെ സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, 1/3. ഇത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ അങ്ങനെ വന്നതാണ്, 1/3 a²h എന്നാണ് കേട്ടോ. എന്താണ് ഈ ആരോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ആണ്. അപ്പൊ a²h. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഈ സ്ക്വയർ പിരമിഡിന്റെ അകത്ത് എല്ലാ കണക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കും, പഠിക്കുക. ഇതെല്ലാം ഒരു പേപ്പറിന്റെ അകത്ത് എഴുതി നിങ്ങൾ എപ്പോഴും ഒട്ടിച്ച്, നമുക്ക് ഈ 10ാം ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രമല്ല ഇത്, നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടുന്നോ അന്ന് വരെയും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് a² of side 5 cm. ശരി, അപ്പൊ ആ സ്ക്വയർ ഞാൻ വരച്ചു. ആ സ്ക്വയറിന്റെ സൈഡ് ഞാൻ എഴുതി, എത്രയാ, 5 cm. ഓക്കെ. ആൻഡ് 4 isosceles triangle of base 5 cm and height 8 cm are to be put together to make a square. എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും ഇതിന്റെ സൈഡിലായിട്ട് എത്ര ഐസോസെലസ് ട്രയാങ്കിൾ വെക്കുന്നു, അതെ 4 ഐസോസെലസ് ട്രയാങ്കിളും വെക്കുന്നു. ഓക്കെ, ഈ 4 ഐസോസെലസ് ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നു. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ഓൾറെഡി ഇതേവിടെ 5 ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അവർ പറയുന്നത് അതിന്റെ ഹൈറ്റ്, എന്തിന്റെ ഹൈറ്റ്, ആ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് അവർ പറഞ്ഞത്. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇത്, അത് എത്ര ഉണ്ട്, 8. നമുക്കറിയാം ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, എന്താണ് സ്ലാന്റ് ഹൈറ്റ്, ദാറ്റ് ഈസ് L ആണ് ആ 8 അല്ലേ. അതേപോലെ ഈ 5 എന്ന് പറയുന്നത് എന്താണ്, A ആണ് ഈ 5. നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ. ദാറ്റ് ഈസ് ബേസ് എഡ്ജ് A എന്ന് പറയുന്ന 5ഉം സ്ലാന്റ് ഹൈറ്റ് L എന്ന് പറയുന്നത് 8ഉം. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നു. ഇതുണ്ടാക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ. ഇതുണ്ടാക്കാൻ എത്ര സെന്റിമീറ്റർ പേപ്പർ, എത്ര സെന്റിമീറ്റർ സ്ക്വയർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കാൻ എത്ര പേപ്പർ വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ടോട്ടൽ സർഫസ് ഏരിയ. നമുക്കറിയാം ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ TS എന്ന് എഴുതുകയാണ്. ടോട്ടൽ സർഫസ് ഏരിയ നമ്മളിപ്പോ പഠിച്ചു, എന്താണ്, a² + 2al എന്നാണ്. ജസ്റ്റ് വാല്യൂ ഇട്ടോട്, L ഉള്ളടുത്ത് എല്ലിന്റെ സ്ഥാനത്ത് എല്ലും എയുടെ സ്ഥാനത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് 5 ആണ്, ദാറ്റ് ഈസ് 5² + 2 × 5 × 8. ദാറ്റ് ഈസ് 5² നമുക്കറിയാം 25 + 2 × 5 10. 10 × 8 എത്ര, 80. ഇത് നോക്കുക, 25ഉം 80ഉം എത്ര കിട്ടിയ ആൻസർ, ഇത് നോക്കുക. ആൻസർ നമുക്ക് കിട്ടും 25ഉം 80ഉം കൂടെ കൂട്ടിയാൽ 105. എന്താണ് ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആണെങ്കിൽ സ്ക്വയറും വോളിയം ആണെങ്കിൽ ക്യൂബും എടുത്തോണം. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് നന്നായിട്ട് നോക്കി നമ്മൾ ആൻസർ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇക്വേഷൻസുകൾ മനസ്സിലാക്കുക, ടെർമിനോളജികൾ മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.